ഡിയർ വൺസ് നമ്മൾ സോഷ്യൽ സയൻസ് 6ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠമാണ് നോക്കാൻ പോകുന്നത്. വൈവിധ്യങ്ങളുടെ ലോകം. ചിത്രം ശ്രദ്ധിച്ചതിൽ കാണുന്ന സസ്യജാലങ്ങൾ തികച്ചും വ്യത്യസ്തമല്ലേ? എന്തുകൊണ്ടായിരിക്കും വ്യത്യാസം? സസ്യങ്ങളിൽ മാത്രമല്ല ജന്തുജാലങ്ങളിലും ജനജീവിതങ്ങളിലും ഒക്കെ ലോകത്ത് ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിൽക്കുന്നു. ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥ സാഹചര്യങ്ങളാണ് ഇതിനുള്ള പ്രധാന കാരണം. കാലാവസ്ഥ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂവിഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ എന്നറിയപ്പെടുന്നു. കാലാവസ്ഥ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങളാണ് കാലാവസ്ഥാ മേഖലകൾ എന്നറിയപ്പെടുന്നത്. വൻകരകളെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ലോകത്തിലെ വൻകരകളെല്ലാം വ്യത്യസ്തമായ കാലാവസ്ഥാ മേഖലയുണ്ട്. അവയിലെ ചില മേഖലകൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ മഴയൊഴിയാത്ത ഉഷ്ണഭൂമികൾ. ചിത്രത്തിൽ കാണുന്നത് വേട്ടയാടലിനായി തയ്യാറെടുക്കുന്ന പിഗ്മികളെയാണ്. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവും ഉള്ളവയാണിവർ. കസാവ മരച്ചീനിയാണ് പിഗ്മിയുടെ മുഖ്യ ഭക്ഷണം. കൂടാതെ കായ്ക്കനികളും വേട്ടയാടി കിട്ടിയ മാംസം ഇവർ ഭക്ഷണമാക്കാറുണ്ട്. മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. മരച്ചിലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീട്ടുണ്ടാക്കുന്നു. വനങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണിവർ. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖലയായ ആഫ്രിക്കയിലെ കോങ്കോ നദീതീരത്തെ ചില സവിശേഷതകൾ നോക്കൂ. വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ, വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ്ഗ സസ്യജാലങ്ങൾ, മലവാഴകൾ തുടങ്ങി ഇടത്തുനിന്ന് വളർന്ന സസ്യങ്ങൾ. വൈവിധ്യമാർന്ന ജന്തുക്കൾ. എന്തായിരിക്കും മേൽപ്പറഞ്ഞ സവിശേഷതകൾക്കുള്ള കാരണം? ഭൂമിയിൽ എല്ലാ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യത ഒരുപോലെയല്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഭൂമധ്യരേഖയുടെ അടുത്ത് ചെയ്യുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥ സവിശേഷതകളുടെ കാരണം. ഈ കാലാവസ്ഥ സവിശേഷതകൾ ഇവിടുത്തെ സമ്പന്നമായ സസ്യജന്തു വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത്. ആഫ്രിക്കയെ കൂടാതെ മറ്റ് വൻകരകളിലും ഭൂമധ്യരേഖയുടെ അടുത്ത് സമാന സവിശേഷതകളുള്ള പ്രദേശങ്ങൾ കാണേണ്ടതല്ലേ? തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതീരത്തും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ സമാന സവിശേഷത നിലനിൽക്കുന്നു. ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ, മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മികളെപ്പോലെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. ആമസോൺ തടങ്ങളിലെ ഗോത്രവർഗ്ഗക്കാരെ മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാങ് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മിയുടെ പോലെ. മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിലെ ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയെ ഭൂമധ്യ കാലാവസ്ഥാ മേഖല, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നാണ്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത് എവിടെയാണ്? 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ്. മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങളാണ് ധാരാളമായിട്ട് കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ മധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതയാണ്. അപ്പോൾ അവിടുത്തെ വനങ്ങൾ നിബിഡ വനങ്ങളാണ്. സമൃദ്ധമായ മഴയും സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ, ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ വനവിഭവ ശേഖരണം ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. ആൾക്കുരങ്ങുകൾ, ലമർ, ഒറാങ്ങുട്ടാൻ തുടങ്ങിയ കുരങ്ങ് വർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പക്ഷിവർഗ്ഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ എന്നിങ്ങനെ വൈവിധ്യപൂർണ്ണമാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ. മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായ മധ്യരേഖ വനമേഖലയിലെ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗ്ഗങ്ങൾ ഇടതൂർന്ന് വളരുന്നു. ഈ മധ്യരേഖ കാലാവസ്ഥ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. ഈ മേഖലയിൽ ഉൾപ്പെട്ട ഈ പറഞ്ഞ പോലെ ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളെ വൻ നഗരങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ആമസോൺ തടത്തിലെ ജൈവവൈവിധ്യം. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവവൈവിധ്യസമ്പന്നവുമായ മഴക്കാടുകൾ റെയിൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പകൽച്ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയും ഇവിടുത്തെ ജൈവവൈവിധ്യത്തിന് ആധാരം. വളരെ ഉയരമുള്ള കാഠിന്യമുള്ള മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന എണ്ണിയാലൊടുങ്ങാത്ത സസ്യവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ അസംഖ്യം വരുന്ന സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങൾ, വിവിധ ഇനം കുരങ്ങുകൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ തുടങ്ങിയ വൈവിധ്യമായ ജന്തുലോകവും ഈ വനത്തിൻ്റെ ജൈവവൈവിധ്യത്തിന് മുതൽക്കൂട്ടുന്നു. ഇനി മഴയെത്താത്ത മണൽപ്പരപ്പുകൾ. കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ ത്വറഗ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ ഇവരൊക്കെ ലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമിയിൽ ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ജീവിതരീതിയാണ്. അപ്പോൾ ആരൊക്കെയാണ്? കലഹാരിയിലെ ബുഷ്മൻ, പിന്നെ പശ്ചിമ സഹാറയിലെ ത്വാറെഗ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബയോഡികൾ. ഇനി 2 അർദ്ധഗോളത്തിൽ 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്ക് പൊതുവെ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമിയുടെ സംസ്ഥാനത്ത്. 10 ഡിഗ്രി 2 അർദ്ധഗോളത്തിലാണ് നമ്മൾ നോക്കിയത്. ഇവിടെ 20 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് വൻകരകൾ.
പടിഞ്ഞാറ് ഭാഗത്താണ് മരുഭൂമിയുടെ സ്ഥാനം. മരുഭൂമിയിലെ കാലാവസ്ഥാ വിശേഷങ്ങൾ ഇതൊക്കെയായിരിക്കാം. പകൽ താപം കൂടുതലും രാത്രി താപം കുറവും ആണിവിടെ. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണ്. ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണ്. ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്ന ഉഷ്ണമരുഭൂമികളിൽ കള്ളിമുൾച്ചെടികൾ, അക്കേഷ്യ തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ. കള്ളിമുൾവർഗ്ഗ സസ്യങ്ങൾക്ക് ഇലകളില്ല. മാംസളമായ കാണ്ഡങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കാം? അവരുടെ എന്താ പറയുക, റെസ്പിറേഷനിലൂടെ ഉണ്ടാകുന്ന ജലനഷ്ടം തടയാൻ വേണ്ടിയിട്ടാണ്. ഉഷ്ണമരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലങ്ങളുള്ള ജന്തുവർഗ്ഗങ്ങളാണ് ഇവിടെയുള്ളത്. ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പ് വർഗ്ഗങ്ങൾ, തേൾ, പള്ളിവർഗ്ഗങ്ങൾ തുടങ്ങിയവയിൽ പെടും. വേട്ടയാടലും കന്നുകാലി വളർത്തലും ഉഷ്ണമരുഭൂമിയിൽ ഗോത്രജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധിയാണ്. മാംസം, പാല്, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവരുടെ പ്രധാന ഭക്ഷണം. ഉഷ്ണമരുഭൂമിയിലെ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ചാണ് മാത്രമാണ് സ്ഥിരം ജനവാസ മേഖലകൾ കാണുന്നത്. മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശങ്ങളിനെയാണ് മരുപ്പച്ചകൾ അല്ലെങ്കിൽ ഒയാസിസ് എന്ന് പറയുന്നത്. മരുഭൂമിയിലെ ജലലഭ്യമായിട്ടുള്ള പ്രദേശങ്ങളിനെയാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട് കാണുന്ന ഈ ജലാശയത്തെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസവും കൂടുതലായി കാണപ്പെടുന്നു. ഇവിടെ ഒരു ഒയാസിസ് കൊടുത്തിട്ടുണ്ട്, മരുപ്പച്ച. ഇങ്ങനെയാണ് ഉഷ്ണ മരുഭൂമിയിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം. കൃഷിയും അതുപോലെ കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. ഇനി ഉഷ്ണമരുഭൂമിയിൽ പലതും ധാതു നിക്ഷേപങ്ങളിൽ സമ്പന്നമാണ്. ഈജിപ്ത് നൈലിൻ്റെ ദാനം, ഗിഫ്റ്റ് ഓഫ് നൈൽ. ഈജിപ്തിൻ്റെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്ന മതിയായ കാരണമുണ്ട്. നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങൾ മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതും നൈലിൽ നടത്തുന്ന ജീവജലവും ഫലഭൂയിഷ്ഠമായ മണ്ണുമാണ്. ലോകത്തെ ജനസാന്ദ്രമായ മേഖലകളിൽ ഒന്നാണ് നൈൽത്തടം. നൈലിന് ഈജിപ്തിൻ്റെ ജീവരക്തം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നൈലിനെ ഈ പറഞ്ഞ പോലെ ഈജിപ്തിനെ പറയുന്നത് നൈൽദ എന്നും നൈലിനെ ഈജിപ്തിൻ്റെ ജീവരക്തം എന്നുമാണ് പറയുന്നത്. ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. ഇത്തരത്തിലുണ്ടാകുന്ന വികസനം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ട അറേബ്യൻ നാടുകളിലെ നഗരങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇവിടെ പെട്രോളിയം നിക്ഷേപങ്ങളാണ് കൂടുതൽ ഈ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത്. മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. മുഖം മറയ്ക്കുന്ന ശിലാവസ്ത്രം ഇവരുടെ വസ്ത്രാന്തര പ്രത്യേകതയാണ്. മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകമാണ്. ചുവടുകൾ കൊണ്ടുപോകുന്ന സഞ്ചാരം മരുഭൂമിയിലെ ഒട്ടകങ്ങളെയാണ് ആശ്രയിക്കാത്തതിനാണ് ഇവയെ മരുഭൂമിയിലെ കപ്പലെന്ന് വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവരുടെ ശരീരത്തിലുണ്ട്. ഇതുകൂടാതെ ശരീര താപനില മിതമായി നിർത്താനുള്ള കഴിവ് കൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യം അതിജീവിക്കുന്നു. ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ്. ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാട്ടിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അടുത്ത മഞ്ഞുരുകാത്ത നാട്ടിൽ. ചിത്രം ശ്രദ്ധിക്കൂ. ഇനിയൂട്ട് ഗോത്രക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണിത്. ഇഗ്ലു എന്നാണ് ഇതിൻ്റെ പേര്. വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്ന ഇനിയൂട്ടുകൾ. വർഷത്തെ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുറന്ന് രാത്രിയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ വിഭവങ്ങളുടെ അഭാവം അതിജീവിച്ച് കഴിയുന്നതാണ് ഇനിയൂട്ടുകൾ. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ഇവിടുത്തെ ഉപാധി. ചെറു സമൂഹങ്ങളായി ജീവിക്കുന്ന ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കുന്നില്ല. സഞ്ചാരവേളയും മറ്റ് സമൂഹമായി അവശ്യ സാധന കൈമാറ്റങ്ങൾ നടത്തുന്നു. തിമിംഗലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും ഉപയോഗിച്ചിട്ട് ഒരു വീടുകൾ നിർമ്മിക്കാറുണ്ട്. ഇനിയൂട്ടുകൾ വേനൽക്കാലത്ത് സീല്, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടും. ഇവയുടെ മാംസം ഭക്ഷണമായും തുകൽ വസ്ത്രമായും എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളായും പ്രയോജനപ്പെടുത്തുന്നു. 6 മാസത്തോളം നീണ്ട ശൈത്യകാലം ഇവർ ഇഗ്ലുവിൽ നിന്നും പുറത്തിറങ്ങാറില്ല. ഇക്കാലത്തുള്ള ഭക്ഷണം അവർ മുൻകൂട്ടി കരുതി വയ്ക്കും. തുകൽ കൊണ്ട് നിർമ്മിച്ച വായു കടക്കാത്ത പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുടെ ട്രൗസറുകളും ജാക്കറ്റുകളും ഇവർ പരമ്പരാഗത വസ്ത്രധാരണ രീതിയിൽപ്പെടും. വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലൈഡുകളിൽ സഞ്ചരിക്കുന്ന ഇനിയൂട്ടുകൾ ഈ മേഖലയിൽ സാധാരണമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66 ഡിഗ്രി വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥാ മേഖല തുന്ദ്ര മേഖല എന്ന് വിളിക്കുന്നു. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലവും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ഉയർന്ന താപം. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയാണ് മുഖ്യ സസ്യവർഗ്ഗങ്ങൾ പുഷ്പിക്കുന്ന. ചെറുസസ്യങ്ങളും കുറ്റിച്ചെടികളും ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം തലയുയർത്തുള്ളൂ. ഉയരമുള്ള സസ്യങ്ങൾ അപൂർവമായി കാണാനുള്ള ധ്രുവക്കരടി, റെയിൻഡിയർ, സമുദ്ര ജീവികൾ, തിമിംഗലം, സീല്, മത്സ്യം തുടങ്ങിയവയൊക്കെ പ്രധാന ജന്തു ജീവികൾ. ഇത്തരം മേഖല നമ്മൾ കണ്ടു. ഇനി അക്ഷാംശ വ്യാപ്തി ഇത്രയാണ്. സസ്യങ്ങൾ, ജന്തുക്കൾ, അവയുടെ ജനജീവിതം എങ്ങനെ കോട്ടയപ്പെടുത്താൻ. ഭൂമിയെ വ്യത്യസ്ത വൈവിധ്യമായ 3 കാലാവസ്ഥ മേഖലകൾ പരിചയപ്പെട്ടു. ഇത്തരത്തിലുള്ള കാലാവസ്ഥ മേഖല വേറെയുമുണ്ട്. ഏതെല്ലാം അന്വേഷിച്ച് കണ്ടെത്താം. നോക്കിയ ഉഷ്ണമേഖല, 30 ഡിഗ്രി വർക്ക് ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, ശൈത്യമേഖല.
ധ്രുവങ്ങളിൽ പോകുന്ന സൂര്യപ്രകാശ ലഭ്യതയിൽ നിന്ന് വരുന്ന മാറ്റം അടിസ്ഥാനമാക്കിയിട്ടാണ് ഭൂമിയെ താപീയ മേഖലയായിട്ട് തരംതിരിക്കുന്നത്. താപീയ മേഖലയ്ക്കുള്ളിൽ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളുണ്ട്. ഒരു ഭൂഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നത്. ഇത് വൈവിധ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഭൂമി യഥാർത്ഥ സൗന്ദര്യവും സമ്പത്തും. ഇത് കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പല ഭൂമധ്യ കാലാവസ്ഥാ മേഖല, ഉഷ്ണഭൂമി, തുന്ദ്ര മേഖല, ഇതിൻ്റെ ഏതൊക്കെയാണ് വരുന്ന റീജിയൻസ് എന്നുള്ളത് നോക്കണം. അവിടുത്തെ പ്രത്യേകത എന്താണ്? 66° വടക്ക് ആർട്ടിക് വൃത്തത്തിലാണ് ഇത് തുന്ദ്ര മേഖല കാണപ്പെടുന്നത്. ഈ ന്യൂട്ടുകളെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണുള്ളത് നമ്മുടെ മരുഭൂമിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൂടുതൽ റിച്ചായത്. ഒരു പെട്രോളിയം നിക്ഷേപമാണ്. ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നറിയപ്പെടുന്നത് ഈജിപ്തിൻ്റെ ജീവരക്തം എന്നറിയപ്പെടുന്നത് നൈലിനെയാണ്. പിന്നെ കുറേ സംസ്കാരങ്ങളുടെ പിറവിക്ക് അത് കാരണമായി. പിന്നെ ഏറ്റവും കൂടുതൽ ചൂടുള്ളത്, പിന്നെ സഹാറ, കലഹാരി, അറേബ്യൻ ഭൂമി, ഇവരുടെയൊക്കെ വൻകരകളും ചോദിച്ചിട്ടുണ്ട്. അറ്റക്കാമ, മൊഹേബ് ആദ്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ 20° 30°യുടെ ഇടയിലാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. നല്ല കാര്യമായിട്ട് വായിക്കാനുള്ളതുമുണ്ട്. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.